ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ 2026 കൊല്ലം ആശ്രാമത്തിലെ ഓണക്കച്ചവടം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഓണക്കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും നമ്മളുടെ കൊല്ലത്ത് ഓണക്കച്ചവടം എങ്ങനെയുണ്ട്, ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഇന്ന് കുറച്ച് തോന്നി നിൽക്കുമായിരുന്നു നമ്മൾ ഇറങ്ങിയ സമയത്ത്. അപ്പം 2 സെക്ഷനായിട്ടാണ് കടകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഷോപ്പിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കയറുന്ന ഭാഗത്താണ് ഇതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സും കാര്യങ്ങളും ഒക്കെയാണ്, ബുക്കും പെൻസിലും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഭാഗത്തായിട്ട് അലുവയും ഓരോ ജില്ലകളിലായിട്ടുള്ള അലുവകളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പഴയകാല മിഠായിയൊക്കെ ഉണ്ട്. നമ്മളുടെ കപ്പലണ്ടി മിഠായി, എള്ള് മിഠായി, അങ്ങനെയൊക്കെ ഓരോ മിഠായിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മേടിക്കണമെങ്കിൽ. പിന്നെ ഇത് സ്പ്രേ ആണെന്ന് തോന്നുന്നു, ഓരോ സ്മെല്ലാണ്, നമുക്ക് നോക്കിയിട്ട് മേടിക്കാം. ഇത് കുമിഞ്ഞമാണേ. കുമിഞ്ഞം നമ്മൾ ഇതുപോലെ അത് മേടിക്കുന്ന സമയത്ത് കുമിഞ്ഞവും അതിൽ പുകയ്ക്കുന്നതും കൂടെ ഒരുമിച്ച് 100 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് കത്തിച്ച് വെക്കുന്നതും ഉണ്ട്, അല്ലാതെ നമ്മൾ കത്തിച്ച് വെക്കുന്നതും ഉണ്ട്, കനലിനകത്ത് ഇടുന്നതും ഉണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ റേറ്റാണ് അവർ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പാത്രങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് പാത്രങ്ങൾ അവർ അതിനകത്ത് റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിപ്പത്തിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ മേടിക്കാവുന്നതാണ്. പ്രാവശ്യം എനിക്ക് വലിയ ലാഭമായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന കൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിലയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പാത്രത്തിനും ഓരോ റേറ്റാണ്. പിന്നെ എല്ലാതരം പിച്ചാത്തികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെയുള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഈ ഒറ്റ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ കമ്മലും മാലയും കൊച്ചു കുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് മുതിർന്നവർക്ക് വരെ ഇടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചീപ്പ്, ടൂട്ടക്സ് എന്നിവേണ്ട ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണത്തിന് സെറ്റ് സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ മുടിയിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഇതും കുട്ടികൾക്കുള്ള ടോയ്സാണ് എനിക്ക് ഇപ്രാവശ്യം ഒരുപാട് കളക്ഷൻ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളുടെ കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതും അതുപോലെ തന്നെ ഓരോ റേറ്റ് അനുസരിച്ചിട്ടാണ്, നമുക്ക് ഓരോന്നും ഓരോ റേറ്റാണ് നമ്മൾ എടുക്കുന്നതനുസരിച്ചാണ് അവരതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഷോപ്പിലും ഓരോ ആളവിടെ ഉണ്ടാവും. അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാവുന്നതാണ്. പിന്നെ വാച്ച്, ഷൂ, സോക്സ് എന്നീ വേണ്ടുന്ന ഐറ്റംസൊക്കെ ഉണ്ട്. വാച്ചിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പലതും പല റേറ്റാണ്. പിന്നെ ഇത് പാത്രങ്ങളും അതുപോലെ തന്നെയാണ്, ഒരേ റേറ്റല്ല, പലതും പല റേറ്റാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിനൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 120 രൂപയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മളുടെ മോതിരമാണ് കേട്ടോ. മോതിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ടൈപ്പ് മോതിരവും അവിടെ കിട്ടുമായിരുന്നു. 10 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 10 രൂപ തൊട്ട് 100 രൂപ, 150 രൂപ തൊട്ട്. സ്റ്റോൺ വർക്കിനൊക്കെ റേറ്റ് കൂടുതലാണ്. നമുക്ക് ഏത് ടൈപ്പ് മോതിരം വേണമെങ്കിലും മേടിക്കാവുന്നതാണ്. നമ്മളുടെ കാറിലും താക്കോലിലൊക്കെ നമുക്ക് ഇടാം. പിന്നെ ദൃഷ്ടിദോഷം മാറാനൊക്കെ ഇങ്ങനെ ഉള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് പല്ലി അകറ്റുന്ന സ്പ്രേ ആണ്, നമുക്ക് കിച്ചണിലൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിലിന് 120 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, ഫാൻസി ഐറ്റംസ് ആണ്. പക്ഷേ ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല സ്റ്റോണും വർക്കും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ഈയിടെയായിട്ട് പനിയൊക്കെ വന്നിട്ട് നല്ലതുപോലെ ഒച്ചയൊക്കെ അടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ പറയുന്നതിൽ എന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ ഇത് അതുപോലെ തന്നെ പേഴ്സും കാര്യങ്ങളും, മൊബൈലിൽ നമ്മളുടെ ഡിസ്പ്ലേ കവറൊക്കെ അവർ മാറ്റിത്തരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ടോയ്സാണ്, ഒരുപാട് കുഞ്ഞുങ്ങളുടെ കൊച്ചു കുട്ടികൾക്കുള്ള ടോയ്സാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇത് സെറാമിക് പാത്രങ്ങളാണ്. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല റേറ്റുമാണ്. ഓരോന്നിനും ഓരോ റേറ്റാണ് പറയുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. നമുക്ക് വീട്ടിൽ വെച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ബോട്ടിലാണ്. ഇത് 100 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഇതൊക്കെ പലതും പല റേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വലിപ്പത്തിനനുസരിച്ചാണ്. ഇതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെയാണ്. പ്ലേറ്റൊക്കെ കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ബൗളൊക്കെ കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. 25 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. വലിപ്പം അനുസരിച്ചാണ്. 30 രൂപ 25 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ വലിപ്പം അനുസരിച്ചിട്ട് റേറ്റും കൂടും. പിന്നെ ഒത്തിരി പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസൊക്കെ നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് കരിപ്പോട്ടി, വടക്കംപുളി, പിന്നെ നമ്മളുടെ മസാലക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗരം മസാലക്കൂട്ട് നമ്മൾ സെപ്പറേറ്റായിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വറുത്ത് പൊടിപ്പിക്കണം. പക്ഷെ നമ്മൾ പാക്കറ്റ് പൊടിയേക്കാളും നല്ല മണമായിരിക്കും. പാലക്കാടൻ ചുക്ക് കരിപ്പൊട്ടിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിത് വറുത്ത് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ കറിക്കൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. ഇത് ഫാൻസി ഐറ്റംസാണ്. കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു. നമ്മുടെ ഇത് സെറ്റ് സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ആഭരണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ സ്ലൈഡൊക്കെ നമുക്ക് 20 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വളയും എല്ലാം പല റേറ്റാണ്. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് സ്ലൈഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ എത്രയേ ഉള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുള്ളും നമുക്ക് തുണികളാണ്. നമ്മൾ കയറുന്ന ഭാഗത്തായിട്ട് കാണുന്നതാണ്. ഇത് ലോഷൻ മറ്റേ ലിക്വിഡും ഒക്കെ സെറ്റായിട്ടുള്ള 99 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് സെറ്റായിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത്. ലോഷനും പിന്നെ നമ്മളുടെ ഡിഷ് വാഷറും ഹാർപ്പിക്കും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ടോപ്പാണ്, നമ്മുടെ ലേഡീസിൻ്റെ ടോപ്പാണ്. ടോപ്പിനൊക്കെ പല റേറ്റാണ് കേട്ടോ. അതിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ മേടിക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ഫുള്ളും അങ്ങ് വരെയും ടോപ്പും ലേഡീസിൻ്റെ ടോപ്പും നൈറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അത് ഒറ്റ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്. ഇതെല്ലാം ടോപ്പുകളാണ് കേട്ടോ. എല്ലാ കളറും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തുണിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് റേറ്റ്. അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കി മേടിച്ചിട്ട് നമുക്ക് ബില്ലടിക്കാവുന്നതാണ്. ഇതെല്ലാം നൈറ്റിയാണ് കേട്ടോ. നൈറ്റി നമ്മൾ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 250 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. പക്ഷെ തുണിയൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള തുണികളായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതെല്ലാം ഷാള് സെക്ഷനാണ്. ഷാളൊക്കെ 50 രൂപ തൊട്ട് നമുക്കിവിടെ ഉണ്ട്. നമ്മൾ നോക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇത് പില്ലോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ജെൻസിൻ്റെ ആണ്. അതാണ്ട് പാവാട, നമുക്ക് ലേഡീസിനുള്ള പാവാടയാണ് കേട്ടോ. 180 200. പിന്നെ ഇതുപോലെ ബാഗി പാൻസാണ്. ഇതെല്ലാം 380 400ഒക്കെയാണ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ചവിട്ടിയൊക്കെ പല റേറ്റാണ് കേട്ടോ. ക്വാളിറ്റി അനുസരിച്ചാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വില. ഇതെല്ലാം ജീൻസിൻ്റെ പാൻസാണ്. ഇത് ചവിട്ടിയാണ്. അതുപോലെ ഇതെല്ലാം പല സെക്ഷനായിട്ട് പലരും പല സെക്ഷനായിട്ട് ഇട്ടിട്ടാണ് വിൽക്കുന്നത്. പിന്നെ ഇത് കൈലി, മുണ്ട്, ഇതും തുണിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് റേറ്റ്. 79 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 79 99 100 180 200 എന്നൊക്കെയാണ്. പിന്നെ ഇതെല്ലാം ജെൻസിൻ്റെയാണ്. പിന്നെ പായ ഉണ്ടായിരുന്നു. നമുക്ക് 99 രൂപ തൊട്ടാണ്. പിന്നെ ഇതെല്ലാം ഫ്ലവർ വൈസാണ് കേട്ടോ. ഭംഗിക്കായിട്ട് വെക്കുന്നതാണ്. 100 രൂപ തൊട്ട് റേറ്റ് ഉണ്ട്. വലിപ്പം അനുസരിച്ചിട്ടാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഷോയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഓൺലൈനിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ലാഭത്തിന് നമുക്ക് കിട്ടുന്നത് കാരണം ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് മേടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ മേടിക്കുന്നത് കൊണ്ട് തന്നെ അത് വെച്ചിട്ട് അതിൻ്റെ വില വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ ലാഭമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഇത് നമുക്കൊന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊക്കെ മേടിക്കാം. നോക്കിയിട്ടും തൊട്ട് നോക്കിയിട്ടും ഒക്കെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. മറ്റേത് പിന്നെ അങ്ങനെയല്ലല്ലോ, നമ്മൾ കണ്ടിട്ട് ഓർഡർ ചെയ്തല്ലേ മേടിക്കുന്നത്. അപ്പം അതിനെ അപേക്ഷിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് മേടിച്ചാൽ മതി. പിന്നെ അതിൽ കാണിക്കുന്ന റേറ്റും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. നമുക്ക് കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് എനിക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കണ്ടെയ്നറുകളും ഇത് കുറച്ച് ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ബക്കറ്റ്, ചൂല്, കോരി, മഗ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മുറം ഒക്കെ ഫ്ലവർ വൈസൊക്കെയാണ്. ജാറ് കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വലിപ്പമാണ്. നല്ല വലിപ്പമുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെ റേറ്റും എനിക്ക് കുഴപ്പമില്ല. ഇത് നമുക്ക് ഇതൊരു ബോക്സിനുള്ളിൽ തന്നെ വേറെ ബോക്സ് ഉള്ളത് ടൈപ്പും ഉണ്ട് കേട്ടോ.
നമ്മൾ നോക്കി മേടിക്കണമെന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് 30 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. പ്ലേറ്റും ബൗളൊക്കെ നമുക്ക് നല്ല ലാഭമുണ്ട്. പിന്നെ ഇത് ടോയ്സാണ്. ഇതും അതുപോലെ തന്നെയാണ്, കുട്ടികളുടെയൊക്കെയാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടിട്ട് മേടിക്കാൻ പറഞ്ഞിട്ട് വാശി പിടിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കാശ് കയ്യിൽ കരുതുക. ഇത് ചെരുപ്പുകളാണ്. കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെയുള്ള ചെരുപ്പുകളുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്, 150, 200 പലതും പല റേറ്റാണ്. പിന്നെ ഇത് തോർത്ത്, ചവിട്ടി, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ഐറ്റംസാണ്. ഇത് കുഞ്ഞു കുട്ടികളുടെയൊക്കെയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് തുണിയുടെ കളക്ഷൻ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ നോക്കി മേടിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ കൊല്ലം ആശ്രാമത്തുള്ള കച്ചവടം ഇങ്ങനെയൊക്കെയാണ്. പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോവുക. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളും പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ ഏകദേശം നമുക്ക് സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.